ഹലോ എവരിവൺ, കർമ്മ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന പൈപ്സ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. പൈപ്സ് ആൻഡ് സിസ്റ്റം. പൈപ്പ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും പരിചയമാണ്, വീട്ടിലൊക്കെ ഉള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു റിസർവോയർ അല്ലെങ്കിൽ ഒരു ടാങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റോറേജ് ഏരിയ, ഒരു റിസർവോയർ അല്ലെങ്കിൽ ഒരു ടാങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. ടാങ്ക് എന്ന് വിചാരിച്ചു, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ടാങ്ക് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ പൈപ്പും ഒരു ടാങ്കും ഉണ്ട്, അതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മൾ നോക്കാം. ഇപ്പൊ നമ്മുടെ വീടാണിത്, ഇതിന്റെ കാര്യത്തിലൊന്നും വരയ്ക്കാൻ അറിഞ്ഞുകൂടാ. ഓക്കെ, നമ്മുടെ വീടാണിത്. ഈ വീടിന്റെ മേലെ ഒരു ടാങ്ക് ഉണ്ട്. ഓക്കെ, ടാങ്കാന്ന് മനസ്സിലാക്കാൻ ഞാൻ ടാങ്ക് എന്നിങ്ങനെ എഴുതാം. ഓക്കെ, ടാങ്ക് ഉണ്ട്, ഇവിടെ ഒരു കിണറും ഉണ്ട്. ഓക്കെ, നമ്മള് ഓടിപ്പോയി വീട്ടില് നോക്കുന്നുണ്ടെ വെള്ളമില്ല. നമ്മൾ പോയി എന്ത് ചെയ്യും? മോട്ടർ ഇടും. മോട്ടർ ഇട്ട് കഴിഞ്ഞാല് ടാങ്ക്, ഈ കിണറ്റിനകത്ത് എന്താണ്, പൈപ്പുണ്ട്. ആ പൈപ്പ് ഇങ്ങനെ വന്ന് ഭൂമിക്കടി കൂടെ കയറി ഇങ്ങനെ വീടിന്റെ മേലെ കൂടെ കയറി നമ്മൾ ടാങ്കിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം ഈ കിണറ്റിനകത്ത് നിന്ന് ഇങ്ങനെ വന്ന് ടാങ്കിനകത്തോട്ട് ഇങ്ങനെ വീഴുവാണ്. ഈ ടാങ്കിനകത്തോട്ട് ഈ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മോട്ടർ ഇട്ടു, ഓക്കെ, ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പൈപ്പ് ഈ ടാങ്കിനകത്ത് വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇങ്ങനത്തെ പൈപ്പിന്, ഈ ഫില്ല് ചെയ്യുന്ന പൈപ്പിനെയാണ് നമ്മൾ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഇൻലെറ്റ്. ഓക്കെ, നമ്മൾ ഫില്ല് ചെയ്യും, ഒരു ടാങ്കിനകത്തോട്ട് നമ്മൾ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ എന്ത് പറയുന്നത്? ഇൻലെറ്റ് എന്ന് പറയും. തിരിച്ച് ഈ ടാങ്കിൽ തന്നെ നമ്മൾ എന്താണ്, പൈപ്പ് നമ്മുടെ ടോയ്ലറ്റ്സിലോട്ടും കിച്ചണിലോട്ടും ഒക്കെ പോകുന്നുണ്ട്, അല്ലെ? അപ്പൊ ആ വെള്ളം ആ ടാങ്കിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോവാണ്. മനസ്സിലായി? ഫില്ല് ചെയ്യുക, എംപ്റ്റി ചെയ്യുവാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എംപ്റ്റി ചെയ്യുവാണ്. അപ്പൊ ഫില്ല് ചെയ്യുന്ന പൈപ്പിനെ നമ്മൾ ഇൻലെറ്റ് എന്നും എംപ്റ്റി ചെയ്യുന്ന പൈപ്പിനെ നമ്മൾ ഔട്ട്ലെറ്റ് എന്നും പറയും. ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എന്താന്ന് മനസ്സിലായില്ലേ? ഫില്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻലെറ്റ് എന്നും, എംപ്റ്റി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഔട്ട്ലെറ്റ് എന്നും പറയും. അത് ജസ്റ്റ് നോട്ട് ചെയ്തോ. എ പൈപ്പ് കണക്റ്റഡ് വിത്ത് എ ടാങ്ക്, or system that fills it is known as inlet. അതിന് താഴെ എഴുതിയോ, എ പൈപ്പ് കണക്റ്റഡ് വിത്ത് എ ടാങ്ക് ഓർ സിസ്റ്റം emptying it, കാര്യമാക്കുക, അതിനെ വെള്ളം പുറത്തോട്ട് എടുക്കുക, is known as outlet. ഇൻലെറ്റ് എന്താ, ഔട്ട്ലെറ്റ് എന്താന്ന് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ പൈപ്പ് എന്താന്ന് മനസ്സിലായി. സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ടാങ്ക് അല്ലെങ്കിൽ ഒരു റിസർവോയർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഈ പൈപ്സ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കും ടൈം ആൻഡ് വർക്കും ക്ലോസ്ലി റിലേറ്റഡ് ആണ്, സെയിം തന്നെയാണ്. നമുക്ക് ടൈം ആൻഡ് വർക്ക് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ പൈപ്സ് ആൻഡ് സിസ്റ്റമിലെ ക്വസ്റ്റ്യൻസും വളരെ എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് രണ്ടിന്റെയും സെയിം ആണ്. നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു ടൈം ആൻഡ് വർക്കിന്റെ? ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസം വേണമെങ്കിൽ, 10 ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എന്തായിരുന്നു? ഒരു ദിവസത്തെ വർക്ക് എന്താ? ഇതിന്റെ ഇൻവേഴ്സ് ആണ്. എന്താണ്? 1/10 ആണ്, അല്ലെ? അല്ലെങ്കിൽ 1 ഡേയ്സ് വർക്ക് അറിയാമെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് കണ്ടുപിടിക്കാം. ഈ ബേസിക് പ്രിൻസിപ്പിൾ ആയാലും നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യുന്നത് ടൈം ആൻഡ് വർക്കിന്റെ കേസിൽ, അല്ലെ? അപ്പം 1 ഡേയ്സ് വർക്ക് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ എല്ലാം സോൾവ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനകത്ത്, ടൈം ആൻഡ് വർക്ക് എന്നുള്ള സെഷനകത്ത്. അതേപോലെ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? പൈപ്സ് ആൻഡ് സിസ്റ്റങ്ങളിലും വരുന്നത്. ഓക്കെ, ഇപ്പം ഡേയ്സ് ആയിരിക്കത്തില്ല വരുന്നത്, അവേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു പൈപ്പ് എ എന്ന് പറയുന്ന ഒരു പൈപ്പ് ഉണ്ട്. പൈപ്പ് എക്ക് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ 8 മണിക്കൂർ വേണം. പൈപ്പ് എക്ക് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ 8 മണിക്കൂർ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാർട്ട് ഫിൽഡ് ബൈ പൈപ്പ് എ ഇൻ 1 അവർ എത്ര? 1 മണിക്കൂറിൽ എത്രയാണ് അത് ഫില്ല് ചെയ്യുന്നത്? പാർട്ട് ഫിൽഡ് ബൈ പൈപ്പ് എ ഇൻ 1 അവർ 1 മണിക്കൂറിൽ എത്ര ഫില്ല് ചെയ്യും? ആ ടാങ്കിന്റെ 1/8 അല്ലേ ഫില്ല് ചെയ്യുന്നത്, അല്ലേ? അതായത് ടൈം അറിയാന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എടുക്കുക. അപ്പം നമ്മൾ ടൈം വർക്ക് പോലെ n ഡേയ്സ് ആണെങ്കിൽ 1/n എടുക്കുക. അതുപോലെ ഇവിടെ 8 അവേഴ്സ് ആണെങ്കിൽ 1/8 പാർട്ടാണ് 1 മണിക്കൂർ ഫില്ല് ചെയ്യുന്നത്. അതേപോലെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 1/3 പാർട്ട് അല്ലെങ്കിൽ 1/3 ആണ് 1 മണിക്കൂർ ഫില്ല് ചെയ്യുന്നതെങ്കിൽ, 1/3 ആണ് 1 മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് ആ ടാങ്ക് ഫുള്ള് ഫില്ല് ചെയ്യാം? ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. എത്രയാണ്? 3 അവേഴ്സ് കൊണ്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യാം. ഇതാണ് പൈപ്പ് ആൻഡ് സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ. മനസ്സിലായി? ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എഴുതിക്കോ, ഇത് നോട്ട് പോലെ എഴുതിക്കും. If a pipe can fill a tank in X hours, then part filled in 1 hour equals. Part filled in 1 hour എത്ര? 10 മണിക്കൂർ ആണെങ്കിൽ 1 മണിക്കൂർ എത്ര? 1/10. ഇപ്പൊ X hours ആണെങ്കിൽ 1 മണിക്കൂറിൽ എത്ര? 1/x. Part filled in 1 hour equals 1/x. അതിന്റെ താഴെ എഴുതിക്കോ. If a pipe can empty a full tank in y hours, then part emptied in 1 hour.
1 ഹവറിൽ എത്ര 1/8 ഫില്ലിംഗ് ആകാം എംഡിങ് ആകാം. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ പൈപ്സ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, കുറെ പൈപ്സ് ഉണ്ട്. കുറച്ച് പൈപ്സ് ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറച്ച് പൈപ്സ് ഒക്കെ അതിന് പുറത്തോട്ട് എംഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുന്നുണ്ട് ഫില്ല് ചെയ്യുന്ന പൈപ്പിന്റെ എല്ലാം നമ്മൾ പ്ലസും എംഡി ചെയ്യുന്നതിനെല്ലാം മൈനസ് ഇട്ട് കൊടുക്കും. അത് ഓർത്ത് വെച്ചേക്കാം. ഫില്ല് ചെയ്യുന്ന പൈപ്പ് എല്ലാം നമ്മൾ പ്ലസ്, അതായത് ഫില്ല് ചെയ്യുമല്ലേ, നിറയ്ക്കുവാണ്. അപ്പൊ അതിനെ നമ്മൾ പ്ലസും എംഡി ചെയ്യുന്നതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കും. അത്രയും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നേരെ താഴെ എഴുതിക്കോ. ഇഫ് പൈപ്സ് എ ബി സി എക്സെട്ര if pipes A, B, C, etc., which takes X, Y, Z, etc. time, A, B, C, etc., which takes X, Y, Z, X, Y, Z, etc. time to fill or empty the tank, to fill or empty the tank, to fill or empty the tank are open together, to fill or empty the tank are open together. Then the net time to fill or empty the tank is, then വേണ്ട, and the net time to fill or empty the tank is T. And the net time to fill or empty the tank is T, capital T. And the net time to fill or empty the tank is capital T. Then plus or minus 1/x, plus or minus 1/a, plus or minus 1/z, etc. അങ്ങനെ equal to 1/t, equal to 1/t. അത് എഴുതുക. ഇത് താഴെ എഴുതിക്കോ. Positive result shows that the tank is filling. Positive result shows that the tank is filling. And the negative result shows that the tank is getting empty. Negative result shows that the tank is getting empty. ഒന്നുകൂടെ അത് മുഴുവൻ പറയാം. If pipes A, B, C, etc., which takes X, Y, Z, etc. time to fill or empty the tank are opened together, and the net time to fill or empty the tank is capital T, then plus or minus 1/x, plus or minus 1/a, plus or minus 1/z, etc. equal to 1/t. പോസിറ്റീവ് ആണെങ്കിൽ ഫില്ലിംഗ് ആണ്, നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എംഡിങ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ്. കുറെ പൈപ്പ് ഉണ്ട്, കുറെയൊക്കെ ഫില്ല് ചെയ്യുന്നു, കുറെയൊക്കെ എംഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എ, ബി, സി അങ്ങനെ കുറെ പൈപ്പാണുള്ളത്. എക്സ് ടൈം, വൈ ടൈം, ഇസഡ് ടൈം, അങ്ങനെ കുറെ ടൈമാണ്. ഫില്ലിംഗ് ആണെങ്കിൽ പ്ലസ് കൊടുക്കും, അതല്ല എംഡിങ് ആണെങ്കിൽ മൈനസും കൊടുക്കും. അപ്പൊ എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. അതായത് എന്താ ചെയ്തേക്കുന്നത്, 1 ഹവറിൽ എത്ര ഫില്ല് ചെയ്യുന്നുള്ളതാണ് എല്ലാം കൂടെ റിലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ടൈം ആൻഡ് പാർക്കിൽ 1 ഡേയ്സ് വർക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെ 1 ഹവറിൽ എത്ര പാർട്ട് ഫില്ല് ചെയ്തു അല്ലെങ്കിൽ എത്ര പാർട്ട് എൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ട് റിക്വയർഡ് ടൈം കണ്ടുപിടിച്ചു. ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നോണ്ട് അത് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൈപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 30 hours and pipe B in 45 hours. If both the pipes are opened in an empty tank, how much time will they take to fill it? Options 16 hours, 18 hours, 15 hours, 10 hours. ഇത് ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത് രണ്ട് പൈപ്പ് ഉണ്ട്, പൈപ്പ് എയും പൈപ്പ് ബിയും. പൈപ്പ് എ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ 30 മണിക്കൂർ എടുക്കും, 30 മണിക്കൂർ. പൈപ്പ് ബിയോ 45 മണിക്കൂർ എടുക്കും. രണ്ട് പൈപ്പും തുറന്നു വെച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു എംപ്റ്റി ടാങ്ക്, കാലിയായ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയം വേണം? എന്തായാലും നമുക്കറിയാം പൈപ്പ് ഏതാനും 30 മണിക്കൂർ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്, പൈപ്പ് ബി 45 മണിക്കൂർ. അപ്പൊ 30-നേക്കാളും കുറവാണ് നമുക്ക് എന്തായാലും അറിയാം. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇപ്പൊ നമ്മള് പഠിച്ചായിരുന്നു 1 days വർക്കാണ് ടൈം വർക്ക് ചെയ്യുന്നത്. ഇവിടെ 1 ഹവറിൽ ഇപ്പം മിനിമം ക്വാണ്ടിറ്റി ഏത് യൂണിറ്റിൽ ഇപ്പൊ തന്നേക്കുന്ന എല്ലാ അവേഴ്സിലായതുകൊണ്ട് 1 ഹവറിൽ എത്രയാണെന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ മിനിറ്റ്സ് തന്നേക്കുന്നെങ്കിൽ 1 മിനിറ്റിൽ എത്ര പാർട്ട് ഫില്ല് ചെയ്തു അല്ലെ എൻഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ 1 ഹവറിൽ എത്ര ഫില്ല് ചെയ്യുന്നു എൻഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇപ്പൊ പൈപ്പ് എ ഉണ്ട്, പൈപ്പ് ബി ഉണ്ട്. പാർട്ട് ഫിൽഡ് ബൈ പൈപ്പ് എ ഇൻ 1 hour. 1 മണിക്കൂറിൽ എത്രയാ ഫില്ല് ചെയ്തേക്കുന്നത്? പൈപ്പ് എത്ര മണിക്കൂർ കൊണ്ടാണ് ഇത് ഫില്ല് ചെയ്യുന്ന പറയുന്നത്? 30 മണിക്കൂറാണ് അല്ലെ. 1 മണിക്കൂറിൽ എത്ര പാർട്ട് ഫില്ല് ചെയ്യും? അതിന് ഇൻവേഴ്സ് എടുത്താൽ മതി, 1/30 അല്ലെ. സിമിലർലി പാർട്ട് ഫിൽഡ് ബൈ പൈപ്പ് ബി എന്താണ്? പൈപ്പ് ബി ഇൻ 1 hour. 1 മണിക്കൂറിൽ പൈപ്പ് ബി എത്ര ഫില്ല് ചെയ്യും? 45 മണിക്കൂർ കൊണ്ടാണ് മൊത്തം ഫില്ല് ചെയ്യുന്നത്. അപ്പൊ 1 മണിക്കൂറിൽ എത്ര? 1 മണിക്കൂറിൽ 1/45 അല്ലെ. ക്ലിയർ അല്ലേ? അത് ചോദിച്ചേക്കുന്ന എന്താ? ഇതൊന്നുമല്ല, എയും ബിയും കൂടെ ഓപ്പൺ ആക്കി വെച്ചാൽ എത്ര സമയം വേണം? ഓക്കെ, അപ്പൊ പാർട്ട് ഫിൽഡ് ബൈ പൈപ്പ് എ ആൻഡ് ബി ഇൻ 1 hour എത്ര വരും? എ 1/30 ആണ് ഫില്ല് ചെയ്യുന്നത്, ബി 1/45 ആണ്. അപ്പൊ എയും ബിയും കൂടെ എത്രയാണ്? അത് നമ്മൾ ആഡ് ചെയ്താൽ പോലെ, സിമ്പിൾ അല്ലേ? 1/30 പ്ലസ് 1/45. അപ്പൊ LCM എന്ന് പറഞ്ഞാൽ 90 വരും. 3 + 2 5/90 എന്ന് വരും. അത് വീണ്ടും കട്ട് ചെയ്യാം, 1/18 എന്ന് കിട്ടും. 1/18. അതായത് എയും ബിയും കൂടെ 1 മണിക്കൂറിൽ 1/18 പാർട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. എത്ര മണിക്കൂർ കൊണ്ട് ഫുള്ള് ഫില്ലാക്കും?
ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ പോരെ. ഇപ്പൊ എത്രയാണ് നമുക്ക് 18 hours എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ അത്? 18 hours എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി 18 hours കിട്ടും. ഒന്നുകൂടെ പറയാം, രണ്ട് പൈപ്പ് ഉണ്ട്, പൈപ്പ് എയും പൈപ്പ് ബിയും. ഓക്കെ, അപ്പൊ പൈപ്പ് എ 30 മണിക്കൂർ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്, പൈപ്പ് ബി 45 മണിക്കൂർ. അപ്പൊ ഒരു മണിക്കൂറിൽ എത്ര? 1/30. ഒരു മണിക്കൂറിൽ എത്ര? 1/40. അപ്പൊ എയും ബിയും കൂടെ എത്ര നമ്മൾ ആഡ് ചെയ്യുക? ഒരു മണിക്കൂറിൽ എത്ര കണ്ടുപിടിച്ചു? 1/18 ആണ്. അതിന്റെ ഇൻവേഴ്സ് എടുക്കുക, എത്ര മണിക്കൂറാണ് കിട്ടും? എത്രയാണ്? 18 hours. സെയിം കൺസെപ്റ്റ് ആണ് ടൈം ആൻഡ് വർക്ക്, രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, നമ്മൾ ടൈം ആൻഡ് വർക്കിലും ഇത് വരച്ച് ചെയ്യുന്ന രീതി പഠിച്ചു, പൈപ്പ് ആൻഡ് സിസ്റ്റമിലും അതേ രീതി തന്നെ നമുക്ക് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ ജനറൽ രീതിയിലും ചെയ്യാം, വരച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ വരച്ച് തന്നെ ചെയ്യാം. കാര്യം അതാണ് എളുപ്പം. കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നതാണ്, നമുക്ക് ഓരോ സെക്കൻഡും വളരെ വാല്യൂബിൾ ആണ്. എത്ര ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അത്രയും നല്ലതാണ്. അപ്പൊ ഈസിയസ്റ്റ് വേയിൽ വേണം എപ്പോഴും പോകാൻ. ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇത് ക്ലിയർ ആണല്ലോ? അപ്പൊ വരച്ച് ചെയ്യുന്നതും കൂടെ നോക്കാം. ഓക്കെ, രണ്ട് പൈപ്പ് ഉണ്ട്, എയും ബിയും. രണ്ട് ഫില്ല് ചെയ്യുവാണ്. ഫില്ല് ചെയ്യുവായതുകൊണ്ട് രണ്ടിനും പ്ലസ് ഇട്ട് കൊടുത്തേക്കാം. നമുക്ക് തെറ്റായിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എം ഡി ആയപ്പോ ബി എം ഡി ആണെങ്കിൽ അതിന് മൈനസ് ഇട്ട് കൊടുക്കും. ഇവിടെ രണ്ടും ഫില്ല് ചെയ്യുവായതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ പ്ലസ് ഇട്ട് കൊടുത്തു. ഓക്കെ, എത്രയായിരുന്നു ടൈം? 30-യും 45-ഉം. ഇത്രയും അവേഴ്സ് ആണ്, ഇത്രയും അവേഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ LCM എടുക്കും. 30-യുടെയും 45-ന്റെ LCM എത്ര വരും? 90 വരും. 90 ഇതെന്ന് പറയുന്നതാണ് ടാങ്കിന്റെ കപ്പാസിറ്റി. ടാങ്കിന്റെ കപ്പാസിറ്റി. ഓക്കെ, ടൈം ആൻഡ് വർക്കിന്റെ കേസിൽ നമ്മൾ എത്ര ടൈം ആണെന്നുള്ളത്, അല്ലെ ഡേയ്സ് ആയിരിക്കും, അല്ലെ അവേഴ്സ് ആയിരിക്കും, അത് നമ്മൾ ഇവിടെ എഴുതും. എന്നിട്ട് LCM എടുക്കും. സെയിം അത് തന്നെയായിരുന്നു ചെയ്യുന്നത്. LCM എടുത്ത് കിട്ടുന്ന അവിടെ എന്തായിരുന്നു? ടോട്ടൽ വർക്കായിരുന്നു. ഓക്കെ, TW എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി ടോട്ടൽ വർക്കായിരുന്നു. അപ്പൊ ഇതാണെങ്കിലോ, ഇവിടുത്തെ കേസിലാണെങ്കിലോ, ഇവിടുത്തെ കേസിൽ ടാങ്ക് കപ്പാസിറ്റിയാണ്. ഓക്കെ, ടാങ്ക് കപ്പാസിറ്റിയാണ്. ഓക്കെ, അപ്പൊ 90 ആണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. ഓക്കെ, 30 മണിക്കൂറിലാണ് പൈപ്പ് എ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഒരു മണിക്കൂറിൽ എത്ര? 90/30 ചെയ്തു 3, 90/45 ചെയ്തു 2. അപ്പൊ ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂറിൽ എടുക്കുന്നത്, ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്. അപ്പൊ പൈപ്പ് എ ഒരു മണിക്കൂറിൽ 3 യൂണിറ്റ് ഫില്ല് ചെയ്യുന്നു, പൈപ്പ് ബി ഒരു മണിക്കൂറിൽ 2 യൂണിറ്റ് ഫില്ല് ചെയ്യുന്നു. അപ്പൊ പൈപ്പ് എ ഒരു മണിക്കൂറിൽ 3 യൂണിറ്റ് വെച്ച് ഫില്ല് ചെയ്ത് 90 യൂണിറ്റ് എന്താണ് ഫില്ല് ചെയ്യുന്നത് 30 മണിക്കൂർ കൊണ്ട്. പൈപ്പ് ബിയോ 45 മണിക്കൂർ കൊണ്ടാണ്, ഒരു മണിക്കൂർ 2 ആണ്. അപ്പൊ 45 2 90 ആണ്. യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ കൺഫ്യൂഷൻ വേണ്ട, അങ്ങനെ ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലിറ്റർ എന്ന് വിചാരിക്കാം. 90 ലിറ്റർ ഉള്ള ഒരു ടാങ്ക് ആയിരുന്നു. ഓക്കെ, 3 ലിറ്റർ ആണ് ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ 30 മണിക്കൂർ എടുക്കും. 2 ലിറ്റർ ആണ് ഒരു മണിക്കൂർ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ 45 മണിക്കൂർ എടുക്കും. അത്ര ആലോചിച്ചാലും മതി. യൂണിറ്റ്സ് എന്നുള്ളത് നമുക്ക് ലിറ്റർ ആണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ യൂണിറ്റ്സ് ജനറൽ ആയിട്ട് പറയുവാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും അതിൽ വേണ്ട. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താണ് ടൈം ആൻഡ് വർക്കിന്റെ കേസിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയാം. ടൈം ആൻഡ് വർക്കിന്റെ കേസിലും എ ബി 2 പേരുണ്ട്. ഒരാള് 10 ദിവസം എടുത്തു, ഒരാൾ 20 ദിവസം എടുത്തു ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മൾ അന്നേരം LCM എടുത്തു, 20 എന്ന് കിട്ടി. 20/10 2, 20/21. ഇതെന്ന് പറയുന്നത് ടോട്ടൽ വർക്കായിരുന്നു. ഇവിടെ അത് ടാങ്ക് കപ്പാസിറ്റി ആണ്. ഇവിടെ വരുന്നത് എന്ത് തന്നെയാണ്? എത്ര യൂണിറ്റ് വർക്കാണ് ഒരു ഡേയിൽ ചെയ്യുന്നത്. ഇവിടെ ഡേയ്സ് ആണെങ്കിൽ ഒരു ഡേയിൽ എത്ര യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നതായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് എഫിഷ്യൻസി, അല്ലെങ്കിൽ ഒരു ദിവസം എത്രയാണ് ചെയ്യുന്നത്, ഒരു മണിക്കൂർ എത്ര ചെയ്യുന്നുള്ളതാണ് നടുക്ക് വരുന്നത്. ഓക്കെ, രണ്ടും സെയിം ആണ്. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. ഓക്കെ, തിരിച്ചു വരിക. പൈപ്പ് എ 30 മണിക്കൂർ, പൈപ്പ് ബി 45 മണിക്കൂർ. LCM എടുത്തു, ടാങ്ക് കപ്പാസിറ്റി കിട്ടി. ഓക്കെ, ഇനി 90/30, 90/45 ഏത് ക്വസ്റ്റൻ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇത്ര വരെ കിട്ടും. ഇനി എന്ത് ചെയ്യും? എ 3 യൂണിറ്റ് ആണ് ഫില്ല് ചെയ്യുന്നത്, ബി എത്രയാണ്? 2 യൂണിറ്റ് ആണ്. അപ്പൊ A+B എത്രയാ? A+B 5 യൂണിറ്റ് അല്ലേ ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്? 5 യൂണിറ്റ് ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യും. എത്ര ഫില്ല് ചെയ്യേണ്ടത്? 90 ആണ് ടാങ്ക് കപ്പാസിറ്റി. അപ്പൊ ടൈം എത്ര വരും? 90 ഫില്ല് ചെയ്യണം, ഒരു മണിക്കൂറിൽ 5 ആണ്. അപ്പൊ 90/5 18 hours എന്ന് കിട്ടും. 18 hours. ഈസി അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു രീതി മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റെപ്പ് എഴുതി പാർട്ട് ഫിൽഡ് ഇൻ 1 hour, പാർട്ട് ഫിൽഡ് ഇൻ 1 hour എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യില്ല. അതിന് പകരം നേരെ വരച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ ക്വസ്റ്റനും ചെയ്യാൻ പോകുന്നത്. 2-3 ക്വസ്റ്റനും 2 ക്വസ്റ്റൻ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ടല്ല നമ്മൾ ഈ വരച്ച രീതിയിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി 18 hours എന്ന് കിട്ടും. 18 hours. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ അല്ലേ ഇത്രയും? Okay, next question നോക്കിയേ. Pipes A and B can fill a tank in 20 hours and 30 hours respectively. And pipe C can empty the full tank in 40 hours. If all the pipes are opened together, how much time will be needed to make the tank full? 10 3/7 hours, 12 4/5 hours, 17 1/7 hours, 19 1/4 hours. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? 3 പൈപ്പ് ഉണ്ട്, A B C. എയും ബിയും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്ക് മാത്രം ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ 20 മണിക്കൂർ എടുക്കും. ബിക്ക് മാത്രം ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ 30 മണിക്കൂർ എടുക്കും. സിക്ക് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എം ഡി ചെയ്തോണ്ടിരിക്കുക, അതിന് 40 മണിക്കൂർ എടുക്കും. ഇതെല്ലാം കൂടെ തുറന്നു വെച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര നേരം എടുക്കും ആ ടാങ്ക് ഫുൾ ആകാനെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും ബേസിക് രീതിയിൽ ചെയ്യാം. ആദ്യം പാർട്ട് ഫിൽഡ് ബൈ പൈപ്പ് എ ഇൻ 1 hour. ഒരു മണിക്കൂറിൽ എത്രയാണ് ഫില്ല് ചെയ്യുന്നത്? 20 മണിക്കൂർ എടുത്തിട്ടല്ലേ ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഒരു മണിക്കൂറിൽ എത്രയാ? 1/20. അങ്ങനെയാണെങ്കിൽ പൈപ്പ് ബി എത്രയാ ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്? പൈപ്പ് ബി 30 മണിക്കൂർ എടുത്താൽ മൊത്തം ചെയ്യുന്നത്. അപ്പം ഒരു മണിക്കൂറിൽ 1/30. സിയുടെ കേസിൽ ഫില്ലിംഗ് ആണോ? അല്ല. എന്ത് ചെയ്യുന്നത്? എം ഡി ചെയ്യുന്നത്. അപ്പൊ പാർട്ട് എം ഡിഡ് ബൈ പൈപ്പ് സി ഇൻ 1 hour. ഒരു മണിക്കൂറിൽ എത്രയാണ് എം ഡി ചെയ്യുന്നത്? മൊത്തം 40 മണിക്കൂർ എടുക്കും. അപ്പൊ ഒരു മണിക്കൂറിൽ 1/40 ആണ്. ഓക്കെ, അപ്പൊ പൈപ്പ് എ 1/20 ഫില്ല് ചെയ്യുന്നു, പൈപ്പ് ബി 1/30 ഫില്ല് ചെയ്യുന്നു, പൈപ്പ് സി 1/40 എം ഡി ചെയ്യുന്നു ഒരു മണിക്കൂറിൽ. നെറ്റ് എന്താണ്? നെറ്റ് എഫക്ട് എന്താണ്? നെറ്റ് പാർട്ട് ഫിൽഡ് എന്താ വരുന്നത്? നെറ്റ് പാർട്ട് ഫിൽഡ് ഇൻ 1 hour. ഇത് ഫില്ലിംഗ് തന്നെയാണ്. എത്ര സമയം എടുക്കുമെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ 1/20 അത് പ്ലസ് ആണ്, കാര്യം ഫില്ലിംഗ് ആണ്. 1/30 അതും പൈപ്പ് ബി ഫില്ലിംഗ് ആണ്. -1/40 അല്ലെ? കാര്യം എന്താ? അത് എം ഡി ആണ്. നമ്മളത് പഠിച്ചായിരുന്നു. +or-1/x +or-1/y +or-1/z ഈക്വൽ ടു 1/t എന്ന് പറഞ്ഞത്. അത് തന്നെ നമ്മളിത് ചെയ്തു. ഇതിന്റെ LCM എടുത്തേ, എന്ത് വരും? 120 എന്ന് വരും. 6 + 4 - 3 എന്ന് വരും. അപ്പൊ എന്ത് വരും? 7/120 എന്ന് വരും. അപ്പൊ +or-1/x +or-1/y +or-1/z ഈക്വൽ ടു 1/t എന്ന് പറഞ്ഞു. ടി ടൈം എത്രയായിരുന്നു? അപ്പം ഇതിന്റെ എല്ലാം ഇൻവേഴ്സ് എടുക്കണം. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന ഈക്വൽ ടു 1/t ആണ്. അല്ലെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു മണിക്കൂറിൽ എത്രയാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ എത്ര സമയം എടുക്കും? ജസ്റ്റ് ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പൊ എന്ത് വരും? 120/7 എന്ന് കിട്ടും. 120/7 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി 17 1/7 hours എന്ന് കിട്ടും. ഓപ്ഷൻ സി 17 1/7 hours എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? ഇത് എന്താ എഴുതിയെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അത് കാണിച്ചേക്കുന്നത്. ഈക്വൽ ടു 1/t എന്നൊക്കെ ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. 1 hour ഇത്രയാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ എത്ര സമയം എടുക്കും? ജസ്റ്റ് ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുക. 120/7 17 1/7 hours എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ജനറൽ രീതിയിൽ എഴുതി ചെയ്യുന്നത്. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ വരച്ച് ചെയ്യുന്ന രീതി നോക്കി. വരച്ച് ചെയ്യുന്ന രീതിയിൽ 3 പൈപ്പ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ആദ്യം എന്തായിരുന്നു പറഞ്ഞേ? ഫില്ലിംഗ് ആണെങ്കിൽ പ്ലസ് എന്ന് ഇട്ട് കൊടുക്കുക, എം ഡിങ് ആണ് മൈനസ് ഇട്ട്. അപ്പൊ തെറ്റത്തില്ല. അപ്പം ഇത് 20 മണിക്കൂർ എടുക്കുന്നു, ഇത് 30 മണിക്കൂർ എടുക്കുന്നു, ഇത് 40 മണിക്കൂർ എടുക്കുന്നു. ടൈമാണ് അവേഴ്സിലാണ് തന്നേക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ എല്ലാം LCM എടുക്കുക. 120 എന്ന് കിട്ടും. ഇതാണ് ടാങ്കിന്റെ കപ്പാസിറ്റി. ടാങ്കിന്റെ കപ്പാസിറ്റി എക്സാമിന് വരുന്നുണ്ടെങ്കിൽ ഇത് അവേഴ്സ് ഈ ടാങ്ക് കപ്പാസിറ്റി എഴുതേണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി 120 ടാങ്ക് കപ്പാസിറ്റി 20 മണിക്കൂർ എടുക്കുമെങ്കിൽ 120/20 ഒരു മണിക്കൂറിൽ 6, 120/30 40 4 120/40 3. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂറിൽ. അപ്പൊ ഒരു മണിക്കൂറിലെ എത്രയാണ് ഫില്ല് ചെയ്യുന്നത് അല്ലെ എം ഡി എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ എയും ബിയും സിയും ഓപ്പൺ ആക്കി. ഇപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? ഫില്ലിംഗ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ഫില്ലിംഗ് ആണ്. സി എന്ന് പറയുന്നത് എന്താണ്? എം ഡിങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? A + B - C വരും. അപ്പൊ എന്താ? 6 + 4 - 3. അപ്പൊ എന്ത് വരും? 7 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ ഫില്ല് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? എയും തുറന്നു വെച്ച്, ബിയും തുറന്നു വെച്ച്, സിയും തുറന്നു വെച്ചു. അപ്പൊ എന്താ? 6 ഫില്ലായി ഒരു മണിക്കൂറിൽ, 4 ഫില്ലായി, ബി കാരണം 10 ആയി, സി കാരണം 3 കുറഞ്ഞു. അപ്പൊ 7 യൂണിറ്റ് ആണ് ഫില്ല് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറിൽ. ടാങ്ക് കപ്പാസിറ്റി എത്രയാ? 120. അപ്പം 120/7 17 1/7 hours എന്ന് കിട്ടും. ഓപ്ഷൻ സി 17 1/7 hours എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. A pipe can fill a tank in 3 hours. There are 2 outlet pipes from the tank which can empty it in 7 and 10 hours respectively. If all the 3 pipes are opened simultaneously, then the tank will be filled in 8 1/2 hours, 9 1/3 hours, 10 hours, 11 1/9, 19 hours. എന്താ പറഞ്ഞേക്കുന്നത്? സിമിലർ തന്നെ. ഒരു പൈപ്പ് ഫില്ല് ചെയ്യാൻ 3 മണിക്കൂർ എടുക്കും. വേറെ 2 ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട്. ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? എം ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 7 മണിക്കൂറും 10 മണിക്കൂറും എടുത്തിട്ടാണ് അതിനെ എം ഡി ചെയ്യുന്നത്. ഇതെല്ലാം ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ ഈ ടാങ്ക് എത്ര സമയം എടുത്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്? ഓക്കെ, ഇതും കൂടെ ജനറൽ രീതിയിലും ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇനി വരുന്ന ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് എന്താ വരച്ച് ചെയ്യുന്നത് മാത്രം നോക്കാം. ഓക്കെ, ഈ പൈപ്പിന്റെ എല്ലാം പേര് ABC തന്നെ നമ്മൾ കൊടുക്കാം. ഫസ്റ്റ് പൈപ്പ് എ ആണെന്ന് വിചാരിക്കാം. അപ്പം പാർട്ട് ഫിൽഡ് ബൈ പൈപ്പ് എ ഇൻ 1 hour. 1 hourൽ എത്രയാ? മൊത്തം എത്ര മണിക്കൂറിലാണ് ഫില്ല് ചെയ്യുന്ന പൈപ്പ്? 3 മണിക്കൂറിലാണ്. അപ്പൊ ഒരു മണിക്കൂറിൽ എത്ര? 1/3. അടുത്ത 2 പൈപ്പ് എം ഡി ചെയ്യുവാണ്.
പാർട്ട് എംഡിഡ് ബൈ പൈപ്പ് ബി ഇൻ 1 hour. എത്ര വരും? മൊത്തം എത്ര മണിക്കൂറിൽ എംഡി ചെയ്യുന്നത്? 7 മണിക്കൂറിലാണ്. അപ്പം 1 മണിക്കൂറിൽ 1/7. അടുത്ത എംഡി ചെയ്യുവാണ് ആര്? പൈപ്പ് സി. പൈപ്പ് സി 1 മണിക്കൂറിൽ എത്ര എംഡി ചെയ്യുന്നത്? 10 മണിക്കൂർ എടുത്താണ് എംഡി ചെയ്യുന്നത് മൊത്തം. അപ്പം 1 മണിക്കൂറിൽ 1/10. അപ്പൊ നെറ്റ് പാർട്ട് ഫിൽഡ് എത്ര വരുന്നത്? എ മാത്രമേ ഉള്ളൂ പ്ലസ് വരുന്നത്, കാര്യം ഫില്ല് ചെയ്യുവാണ്. ബാക്കി രണ്ടും എന്താണ്? ബാക്കി രണ്ടും മൈനസ് ആണ് വരുന്നത്. സിംപ്ലിഫൈ ചെയ്യുക, LCM എടുക്കുക. 210 എന്ന് വരും. 70 മൈനസ് 30 മൈനസ് 20 വരും. അപ്പൊ എന്ത് വരും? 19/210 എന്ന് വരും. അതായത് നെറ്റ് പാർട്ട് ഫിൽഡ് ഇൻ 1 hour, 1 മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത് 19/210 എന്ന് കിട്ടും. 19/210 എന്ന് കിട്ടും. 1 മണിക്കൂറിൽ എത്രയാണെന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും? ജസ്റ്റ് ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി ടൈം കിട്ടാൻ. അപ്പൊ ടൈം എത്രയാണ് വരുന്നത്? 210/19 എന്ന് വരും. 210/19. അപ്പൊ എത്ര വരും? ഓപ്ഷൻ ഡി 11 1/90 എന്ന് വരും. 11 1/90 ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ പാർട്ട് ഫീൽഡ് 1 hour എത്ര ഫില്ല് ചെയ്യുന്നു ഒരു പൈപ്പ്? അടുത്ത പൈപ്പ് എത്ര ഫില്ല് ചെയ്യുന്നത്? അടുത്ത എം ഡി ആണെങ്കിൽ എത്ര എം ഡി ചെയ്യുന്നത്? എന്നിട്ട് ഇതെല്ലാം കൂടെ പ്ലസ് ഇട്ട് കൊടുക്കും. ഫില്ലിംഗ് ആണെങ്കിൽ എം ഡി ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കും. ചെയ്യുക. നെറ്റ് പാർട്ട് ഫീൽഡ് എത്രയല്ല എം ഡി എന്നുള്ള കണ്ടുപിടിക്കുക, അതിന്റെ ഇൻവേഴ്സ് എടുക്കുക, ടൈം കണ്ടുപിടിക്കുക. ഇതാണ് ജനറൽ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ അത്? ക്ലിയർ അല്ലേ അത്? വരച്ച് ചെയ്ത് നോക്കി. വരച്ച് ചെയ്ത് 3 പൈപ്പ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 3 മണിക്കൂർ, 7 മണിക്കൂർ, 10 മണിക്കൂർ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫില്ലിംഗ് ആണെങ്കിൽ പ്ലസ്, എംഡിങ് ആണെങ്കിൽ മൈനസ്. അപ്പം 2 പൈപ്പ് ഔട്ട്ലെറ്റ് പൈപ്സ് 2 ഉണ്ട്, അത് മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ. ഇതിന്റെ LCM എടുത്തു. എത്ര കിട്ടി? 210 കിട്ടി. ഇതാണ് ടാങ്കിന്റെ കപ്പാസിറ്റി. TC എന്ന് എഴുതാം, ടാങ്ക് കപ്പാസിറ്റി. ഇനി 210 ആണ് ടാങ്ക് കപ്പാസിറ്റി. 3 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ഫില്ല് ചെയ്തത്. എ ഫില്ല് ചെയ്ത് 1 മണിക്കൂറിൽ എത്രയാപ്പം? 210/3 70, 210/7 30, 210/10 21. അപ്പൊ ഇത്രയും യൂണിറ്റ്സ് ആണ് 1 മണിക്കൂറിൽ അവര് ഫില്ല് ചെയ്യുന്ന അല്ലെ എംഡ് ചെയ്യുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് 70 യൂണിറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബി എന്ന് പറയുന്നത് 30 യൂണിറ്റ് പുറത്തോട്ട് ഇടുന്നുണ്ട്, സി എന്ന് പറയുന്നത് 21 യൂണിറ്റ് പുറത്തോട്ട് വിടുന്നുണ്ട്. അപ്പൊ സൈൻ നോക്കിയാൽ മതി. അപ്പം നെറ്റ് എഫക്ട് എന്താ? അപ്പം 70 ഫില്ല് ചെയ്തു, 30 കുറയും. അപ്പൊ 40 ആയി. 40 മൈനസ് 21 എന്ത് വരും? 19 യൂണിറ്റ് എന്ന് കിട്ടും. 19 യൂണിറ്റ് 1 മണിക്കൂർ. അപ്പൊ ഇൻ എഫക്ട് 19 യൂണിറ്റ് ആണ് 1 മണിക്കൂറിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ഫില്ല് ചെയ്യണം നമുക്ക്? 210 ആണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ടൈം എത്ര കിട്ടും? 210 ഡിവൈഡഡ് ബൈ 19 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? 11 1/19 hours എന്ന് കിട്ടും. 11 1/19 hours. ഓപ്ഷൻ ഏത് വന്നേ? ഓപ്ഷൻ ഡി എന്ന് വരും. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ ചെയ്തേക്കുന്നത്? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 12 pumps working 6 hours a day can empty a completely filled reservoir in 15 days. How many such pumps working 9 hours a day will empty the same reservoir in 12 days? 15, 9, 10, 12. എന്താ പറഞ്ഞേക്കുന്നത്? 12 പമ്പ് ഉണ്ട്. ഒരു ദിവസം 6 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുക. അങ്ങനെ 15 ദിവസം കൊണ്ട് ഒരു വലിയ റിസർവോയർ അതിനെ എംഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ എത്ര പമ്പ് വേണം? ഒരു ദിവസം 9 മണിക്കൂർ വെച്ച് പ്രവർത്തിപ്പിക്കാം. 12 ദിവസം കൊണ്ട് പക്ഷെ എനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര പമ്പ് വേണം? ഓക്കെ. എങ്ങനെയാ ചെയ്യുന്നത്? അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എക്സ് ആണെന്ന് വിചാരിക്കുക. ലെറ്റ് എക്സ് ബി ദ റിക്വയർഡ് നമ്പർ ഓഫ് പമ്പ്സ്. ഓക്കെ. ഒരു ആലോചിച്ച് നോക്കിയേ. ഒരു പമ്പ് 1 മണിക്കൂറിൽ 1 യൂണിറ്റ് ആണ് ഫില്ല് ചെയ്യുന്നത്, അല്ല എംഡ് ചെയ്യുന്നത് വിചാരിക്കുക. ഒരു പമ്പ് 1 മണിക്കൂറിൽ 1 യൂണിറ്റ് ആണ് എംഡ് ചെയ്തത്. ഓക്കെ. അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12 പമ്പ് വരുമ്പോ എത്ര വരും? 12 യൂണിറ്റ് എംഡ് ചെയ്യും അല്ലേ? എംഡ് ചെയ്യും. 6 മണിക്കൂറാണ് ഒരു ദിവസം. അപ്പൊ എത്ര? 12 × 6 വരും. അതായത് 72 യൂണിറ്റ് എംഡ് ചെയ്യും. അങ്ങനെ എത്ര ദിവസമുണ്ട്? 15 ദിവസമുണ്ട്. അപ്പൊ 72 × 15 അത്രയാണ് എംഡ് ചെയ്യുന്നത്. അപ്പൊ അതും അടുത്ത പമ്പ് എത്ര എംഡ് ചെയ്യണം ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് 12 പമ്പ് 15 ദിവസത്തേക്കാണ് 6 മണിക്കൂർ. 12 × 15 × 6 എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയോ പമ്പ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ദിവസം കൊണ്ട് തീർക്കണ്ടേ? 12 ദിവസം × 9 hours a day. നമുക്ക് ഇക്വേറ്റ് ചെയ്യല്ലോ. അതായത് 12 പമ്പ് 15 ദിവസം 6 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുവാണ്. എത്ര പമ്പ് 12 ദിവസം 9 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്താൽ ഇത് എംഡ് ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്യല്ലോ. ഇത് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് 12 12 പോയി. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 15 × 6/9. എന്ത് കിട്ടും? 3 വെച്ച് കട്ട് ചെയ്യാം
10 എന്ന് കിട്ടും നമുക്ക്. 10 പമ്പ്സ്. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി 10 പമ്പ്സ് എന്ന് വരും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്നും ആലോചിക്കേണ്ട. നമുക്ക് ടൈം ആൻഡ് വർക്കിന്റെ കേസിൽ നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? M1D1T1/W1 ഈക്വൽസ് ടു M2D2T2/W2. ഇത് വെച്ച് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇത് ടൈം ആൻഡ് വർക്ക് അറിയാതാണെങ്കിൽ അത് കണ്ടിട്ട് ഇത് പഠിക്കുക, അല്ലെങ്കിൽ ഇതിലേലും കുഴപ്പമില്ല. ഇങ്ങനെ റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ റിലേഷൻ ഉണ്ട്, അത് കണ്ടവർക്ക് മനസ്സിലാവും. M1D1T1/W1 ഈക്വൽസ് M2D2T2/W2. ഇതിനകത്ത് എന്താ? ഇത്ര മെന്ന്, എക്സാമ്പിൾ 10 men can do a work in 10 days working 8 hours a day. Then how many men is required to do the work in 5 days working 12 hours a day? അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ദിവസം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? M1D1T1/W1 ഈക്വൽസ് M2D2T2/W2. ചില കേസിൽ ഫുൾ വർക്ക് ആണെങ്കിൽ W1 W2 1 ആയിട്ട് തന്നെ പോകും. അപ്പൊ W1 W2 ടേം ഇല്ല. ചില കേസിൽ അവേഴ്സ് കാണത്തില്ല, ഡേയ്സ് മാത്രമേ കാണത്തുള്ളൂ. അതായത് 5 men can do a work in 10 days. Then how many men can do the work in 20 days? അങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്യും. M1D1 എന്ന് പറഞ്ഞാൽ M2D2. അപ്പൊ T1 ഉം T2 ഉം കാണത്തില്ല. പക്ഷേ ഈ കേസിൽ നമുക്ക് ഈ സെയിം ഇത് തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത് അത് തന്നെയാണ്. M1D1T1 ഈക്വൽ ടു M2D2T2. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇവിടെ ഡേയ്സും ഉണ്ട് അവേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് ഡേയ്സും അവേഴ്സും വന്നത്. ചില കേസിൽ ഡേയ്സ് മാത്രമേ കാണത്തുള്ളെങ്കിൽ M1D1 ഈക്വൽ ടു M2D2. ചില കേസിൽ അവേഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ M1D1 ഈക്വൽ ടു M2T2. അപ്പൊ അങ്ങനെ എടുക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇവിടെ M1 M2 എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്കിന്റെ കേസിൽ മെന്നിന്റെ എണ്ണമാണെങ്കിൽ ഇവിടെ പമ്പിന്റെ എണ്ണമാണ്, അത്രേ ഉള്ളൂ. അപ്പം രണ്ട് റിലേഷൻ ആയിട്ട് പഠിക്കേണ്ട ഇതങ്ങ് ഓർത്തിരുന്നാൽ മതി. M1D1T1/W1 ഈക്വൽസ് M2D2T2/W2. ഇതങ്ങ് ഓർത്തിരുന്നാൽ മതി. ടൈം ആൻഡ് വർക്കിന്റെ കേസിൽ അപ്ലൈ ചെയ്യാം, പൈപ്സ് ആൻഡ് സിസ്റ്റത്തിന്റെ കേസിൽ അപ്ലൈ ചെയ്യാം. ഡേയ്സ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം എടുക്കുക, ഡേയ്സും അവേഴ്സും ഉണ്ടെങ്കിൽ അത് രണ്ടും എടുക്കുക. ഇത്ര ആലോചിച്ചിരുന്നാൽ മതി. ഓക്കെ, M1D1T1/W1 ഈക്വൽസ് M2D2T2/W2. ഓക്കെ, അപ്പൊ നേരെ 12 പമ്പ് 15 ദിവസം വർക്കിംഗ് 6 hours a day. എത്ര പമ്പാണ്? 12 ദിവസം വർക്കിംഗ് 9 hours a day. ഇക്വേറ്റ് ചെയ്തു, സോൾവ് ചെയ്തു. ഓക്കെ, 10 പമ്പ്സ് എന്ന് എഴുതി. 10 പമ്പ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 taps A, B and C together can fill an empty cistern in 10 minutes. Tap A alone can fill it in 30 minutes and tap B alone in 40 minutes. How long will tap C alone take to fill it? 16 minutes, 24 minutes, 32 minutes, 40 minutes. ക്വസ്റ്റ്യൻ മനസ്സിലായോ? 3 ടാപ്പ് അല്ലെ പൈപ്പ് ഉണ്ട്, A, B, C. അത് മൂന്നും തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാൻ 10 മിനിറ്റ് മതി. എക്ക് മാത്രം 30 മിനിറ്റ് വേണം, ബിക്ക് മാത്രമാണെങ്കിൽ 40 മിനിറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ സിക്ക് മാത്രം എത്ര സമയം വേണം? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചിട്ട് തന്നെ ആദ്യം സോൾവ് ചെയ്യാൻ നോക്കുക. എപ്പോഴും പറയുന്നതാണ്, തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക, എന്നിട്ട് സൊല്യൂഷൻ നോക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. അതല്ല നേരെ നോക്കി തന്നെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കില്ല. ഓക്കെ, നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക, എന്നിട്ട് സൊല്യൂഷൻ നോക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നേ. 3 പൈപ്പ് കൂടെ ഫില്ല് ചെയ്യാനാണെങ്കിൽ എത്ര സമയം തന്നേക്കുന്നേ? എയും ബിയും സിയും ഫില്ല് ചെയ്യാനാണെങ്കിൽ എത്ര സമയം തന്നേക്കുന്നത്? നമുക്ക് 10 മിനിറ്റ് തന്നേക്കുന്നത്. എ മാത്രമാണെങ്കിലോ 30 മിനിറ്റ്, ബി മാത്രമാണെങ്കിലോ 40 മിനിറ്റ്. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതെല്ലാം ഫില്ലിംഗ് ആണ്, എല്ലാ പൈപ്പ് ഫില്ലിംഗ് ആണ്. ഇതെന്താണ്? ഇത്ര മിനിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇനി ഇതിന്റെ LCM എടുക്കാം. എന്ത് വരും? 120 എന്ന് വരും. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് വിചാരിക്കാം. 120 ആണ് ടാങ്ക് കപ്പാസിറ്റി എങ്കിൽ എയും ബിയും സിയും 10 മിനിറ്റ് എടുത്തിട്ടാണ് ഫില്ല് ചെയ്തത്. അപ്പൊ 1 മിനിറ്റ് എത്രയാ? 120/10 12. ഇവിടെ എത്രയാ? 120/30 4. 120/40 3. അപ്പൊ ഇത്രയും യൂണിറ്റ്സ് ആണ്. 1 മണിക്കൂറാണ് ഇവിടെ? അല്ല, ഇവിടെ എത്രയാണ്? 1 മിനിറ്റില്. 1 മിനിറ്റില് ഇത്ര യൂണിറ്റ്സ് ആണ് അത് ഫില്ല് ചെയ്തത്. അപ്പൊ എ 1 മണിക്കൂറിൽ ഫില്ല് ചെയ്യുവാണ് 4 യൂണിറ്റ്, ബി 1 മണിക്കൂറിൽ 3 യൂണിറ്റ് ഫില്ല് ചെയ്യുന്നുണ്ട്. എയും ബിയും സിയും കൂടെ 1 മണിക്കൂറല്ല 1 മിനിറ്റിൽ, സോറി 1 മിനിറ്റിൽ എത്രയാണ് ഫില്ല് ചെയ്യുന്നത്? 12 ആണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മിനിറ്റ്സ് ആണ് തന്നേക്കുന്നതുകൊണ്ട് 1 മിനിറ്റിൽ, അവേഴ്സ് ആണെങ്കിൽ അവേഴ്സും വരും. ഓക്കെ, അപ്പൊ 1 മിനിറ്റിൽ എയും ബിയും സിയും കൂടെ 12 യൂണിറ്റ്, എ 4 യൂണിറ്റ്, ബി 3 യൂണിറ്റ്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? സി മാത്രം എത്ര നേരം കൊണ്ട് അത് ഫില്ല് ചെയ്യുമെന്നാണ്. എ 4 ആണ്, ബി 3 ആണ്. അപ്പൊ എയും ബിയും കൂടെ എത്ര? എയും ബിയും കൂടെ എത്ര? 7 അല്ലേ? 4 + 3 7. എയും ബിയും സിയും കൂടെ എത്ര? 12 ആണ്. അപ്പൊ സി എത്ര വരും? അപ്പം 12 - 7 അല്ലേ? 5 എന്ന് കിട്ടും. സി നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. അതായത് സി 5 യൂണിറ്റ് ആണ് 1 മിനിറ്റിൽ ഫില്ല് ചെയ്യുന്നത്. 5 യൂണിറ്റ് ആണ് 1 മിനിറ്റിൽ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ടൈം എടുക്കും സി എടുക്കാൻ? ടാങ്ക് കപ്പാസിറ്റി 120 ആണ്. സി 1 മിനിറ്റിൽ 5 ആണ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ 120/5. അപ്പൊ എത്ര കിട്ടും? 24 മിനിറ്റ്സ് എടുക്കും. സി എന്ന് പറയുന്ന ആള് ആ പൈപ്പ് 24, ആ ടാപ്പ് 24 മിനിറ്റ് കൊണ്ടാണ് ഒറ്റയ്ക്ക് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ പോകുന്നത്. 24 മിനിറ്റ്. ഓപ്ഷൻ
ഓപ്ഷൻ ബി എന്ന് വരും. ഓക്കെ, ഇതൊന്നുകൂടെ പറയാം. എയും ബിയും സിയും കൂടെ 10 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യും. എ മാത്രം 30 മിനിറ്റ് എടുക്കും, ബി മാത്രം 40 മിനിറ്റ് എടുക്കും. നമ്മളത് എഴുതി. സി മാത്രം എത്ര സമയം കൊണ്ടാണ് ആ ടാങ്ക് ഫില്ല് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി LCM എടുത്തു. 120 ആണ് ടാങ്ക് കപ്പാസിറ്റി. 120 ആണ് 10 മിനിറ്റ് കൊണ്ടാണെങ്കിൽ 12 ആണ് ഒരു മിനിറ്റില്. 120/30 4 ഒരു മിനിറ്റില്. 120/40 3 ഒരു മിനിറ്റില് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ എയും ബിയും കൂടെ 4ഉം 3ഉം 7 യൂണിറ്റ്സ് ഫില്ല് ചെയ്ത്. അപ്പം എയും ബിയും സിയും കൂടെ എത്ര 12 യൂണിറ്റ് ആണ്. അപ്പം സി എത്രയായിരിക്കും 5 യൂണിറ്റ് കൂടെ വേണം. അപ്പൊ സി 5 യൂണിറ്റ് ആണ് ഫില്ല് ചെയ്യുന്നത്. 120 ആണ് ടാങ്ക് കപ്പാസിറ്റി. ഒരു മിനിറ്റിൽ 5 യൂണിറ്റ് ആണെങ്കിൽ 24 മിനിറ്റ്. 24 × 5 അല്ലേ 120. ഓക്കെ, അപ്പൊ 24 മിനിറ്റ്സ് എടുത്തിട്ടാണ് ആ ടാങ്ക് സി മാത്രം ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി ക്ലിയർ അല്ലേ അത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. പൈപ്പ് എ ക്യാൻ ഫിൽ ആൻ എംപ്റ്റി ടാങ്ക് ഇൻ 6 hours and pipe B in 8 hours. If both the pipes are opened and after 2 hours pipe A is closed, how much time B will take to fill the remaining tank? 7 1/2 hours, 2 2/5 hours, 2 1/3 hours, 3 1/3 hours. എന്താ പറഞ്ഞേക്കുന്നത്? പൈപ്പ് എക്ക് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ 6 മണിക്കൂർ വേണം. പൈപ്പ് ബിക്കോ 8 മണിക്കൂർ വേണം. ഈ രണ്ട് പൈപ്പും തുറന്നു വെച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൈപ്പ് എ അങ്ങ് അടച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ് ബിക്ക് എത്ര സമയം വേണം? മനസ്സിലായില്ലേ? അപ്പൊ എ ഫില്ല് ചെയ്യാൻ 6 മണിക്കൂർ വേണം, ബി ഫില്ല് ചെയ്യാൻ 8 മണിക്കൂർ വേണം. 2 മണിക്കൂർ നേരത്തേക്ക് 2 പേരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പൈപ്പ് എ അങ്ങ് അടച്ചു. ബാക്കി ഫില്ല് ചെയ്യാൻ വേണ്ടി പൈപ്പ് ബിക്ക് എത്ര സമയം വേണം? എന്ത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, നമ്മള് ആദ്യം എന്ത് ചെയ്യാം? 2 പൈപ്പ് ഉണ്ട്, എയും ബിയും, രണ്ടും ഫില്ല് ചെയ്യുവാണ്. ഓക്കെ, പൈപ്പ് എത്ര സമയം എടുത്താ പറഞ്ഞേക്കുന്നത്? 6 മണിക്കൂർ. പൈപ്പ് ബി 8 മണിക്കൂർ. ഇതിന്റെ LCM എന്ത് വരും? 24 എന്ന് വരും. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി എങ്കിൽ 24/6 4, 24/8 3. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂറിൽ ഇവര് ഫില്ല് ചെയ്യുന്നത്. ഇനി അതായത് എ 4 യൂണിറ്റ് ആണ് ഒരു മണിക്കൂർ ഫില്ല് ചെയ്യുന്നത്, ബി 3 യൂണിറ്റ് ആണ് ഫില്ല് ചെയ്യുന്നത്. ആദ്യത്തെ 2 മണിക്കൂറിലും ആരൊക്കെ ഉണ്ടായിരുന്നു? എയും ബിയും ഉണ്ടായിരുന്നു. അപ്പൊ എയും ബിയും കൂടെ 2 hours കൊണ്ട് എത്ര ഫില്ല് ചെയ്തു? എ 4 ഫില്ല് ചെയ്യും, ബി 3 ഫില്ല് ചെയ്യും. അപ്പൊ 7 ഫില്ല് ചെയ്യും ഒരു മണിക്കൂറിൽ. 2 മണിക്കൂറിൽ എത്ര? 2 × 7 14 യൂണിറ്റ്സ് ഫില്ല് ചെയ്തു. 14 യൂണിറ്റ്സ് ഫില്ല് ചെയ്തു. ഇനി ബാലൻസ് എത്ര ഉണ്ട്? ടോട്ടൽ ടാങ്ക് കപ്പാസിറ്റി എത്രയാ? ടോട്ടൽ ടാങ്ക് കപ്പാസിറ്റി 24 ആണ്. അതിന്റെ കൂടെ ഈ 14 ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ഫില്ല് ചെയ്യേണ്ട എത്രയാ? 10 ആണ് ഫില്ല് ചെയ്യേണ്ടത്. അത് ആര് ഫില്ല് ചെയ്യണം? എ അടച്ചു, ഇനി ബി മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി ടൈം എത്രയാ അപ്പൊ വേണ്ടേ? ബാക്കി ഫില്ല് ചെയ്യേണ്ട 10 ആണ്. ബി ഒരു മണിക്കൂറിൽ 3 യൂണിറ്റ് ആണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം 10/3. അപ്പൊ എത്ര വരും? 3 1/3 hours എന്ന് കിട്ടും. 3 1/3 hours. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി 3 1/3 hours എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അത് ക്ലിയർ അല്ലേ? ഞാൻ ഒന്നുകൂടെ പറയാം. 2 പൈപ്പ് ഉണ്ട്, എയും ബിയും. എ 6 മണിക്കൂർ എടുത്താണ് ഫില്ല് ചെയ്യുന്നത്, ബി 8 മണിക്കൂർ എടുത്തിട്ടാണ്. പക്ഷെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എ അങ്ങ് അടച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കി ടാങ്ക് ഫില്ല് ചെയ്യാൻ ബിക്ക് എത്ര സമയം വേണം? ഏത് ക്വസ്റ്റിനും ആയിക്കോട്ടെ, തന്നേക്കുന്നില്ല. എയും ബിയും 6 8 hours ആണ്. നമ്മൾ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. LCM എടുത്ത് ടാങ്ക് കപ്പാസിറ്റി ഓരോ മണിക്കൂറിൽ എത്ര ഫില്ല് ചെയ്യുന്നത് അല്ലെ എൻഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. ഇത്ര നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും കിട്ടും. ഇനി എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. എയും ബിയും ഉണ്ടായിരുന്ന ആദ്യത്തെ 2 മണിക്കൂർ. എയും ബിയും ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ 4 + 3 7 യൂണിറ്റ്സ് ആണ് അല്ലേ? 7 യൂണിറ്റ്സ് ഒരു മണിക്കൂറിലാണെങ്കിൽ 2 മണിക്കൂറിൽ എത്രയാണ്? 14 യൂണിറ്റ്സ്. അപ്പൊ ടാങ്കിനകത്ത് 24 ലിറ്റർ ആണെന്ന് വിചാരിക്കുക. 14 ലിറ്റർ ഫില്ലായി. ഇനി എത്ര ലിറ്റർ ഉണ്ട്? 10 ലിറ്റർ അല്ലേ ഇനി ബാക്കിയുള്ളത്? 10 ലിറ്റർ ബി മാത്രം ഫില്ല് ചെയ്യണം. ബി 3 ആണ് ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ 10 ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10/3 3 1/3 hours എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 3 1/3 hours. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 3/4 part of a tank is full of water. When 30 liters of water is taken out, the tank becomes empty. The capacity of the tank is 36 liters, 42 liters, 40 liters, 44 liters. എന്താ പറയുന്നത്? ഒരു വലിയ ടാങ്ക് ഉണ്ട്. അതിന് 3/4, അതായത് 3/4 ഭാഗം ഫുൾ ഓഫ് വാട്ടർ ആണ്, ഫിൽഡ് ആണ്. 3/4 ഭാഗം 30 ലിറ്റർ എടുത്ത് മാറ്റുന്നുണ്ടെ ടാങ്ക് അങ്ങ് എംപ്റ്റി ആയി. അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ഇതിന് ആൻസർ കിട്ടൂല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ടാങ്കിന്റെ 3/4 ഭാഗം ഫുള്ളാണ്. ആ 30 ലിറ്റർ എടുത്ത് മാറ്റുന്നുണ്ടെ അത് ഫുൾ എംപ്റ്റി ആവുകയും ചെയ്തു. ഈ 30 ലിറ്റർ എന്ന് പറയുന്നതല്ലേ ആ 3/4 ഭാഗം എന്ന് പറയുന്നത്? 30 ലിറ്റർ ആണ് 3/4 ഭാഗമെങ്കിൽ ഫുൾ ടാങ്ക് എത്ര വരും? 40 ലിറ്റർ അല്ലേ? ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി
40 ലിറ്റേഴ്സ് എന്ന് കിട്ടും. ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് ആൻസർ കിട്ടും 40 ലിറ്റേഴ്സ് എന്ന്. മനസ്സിലാകാത്തവർക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സ് ആണെങ്കിൽ ഇപ്പൊ എത്രയാ വെള്ളമുള്ളത് 3/4 ആണ്. 3/4 ഓഫ് ദ ടാങ്ക് ആണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് തന്നെയാണ് എന്ത് 30 ലിറ്റർ അല്ലേ? കാര്യം 3/4 ഫുൾ ആണ്. 30 ലിറ്റർ എടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ അത് എം ഡി ആയി. 30 ലിറ്റർ തന്നെയാണ് ഈ 3/4 എന്ന് പറയുന്നത്. എം ഡി ആയി പോയി. ഈക്വൽ ടു 31 ഇക്വേറ്റ് ചെയ്യാമല്ലോ. എക്സിന്റെ വാല്യൂ എന്ത് വരും? 30 × 4/3 40 ലിറ്റേഴ്സ്, 40 ലിറ്റർ. ഓപ്ഷൻ സി 40 ലിറ്റേഴ്സ് വരും. അത് ഈസി ക്വസ്റ്റൻ ആയിരുന്നു, വളരെ ഈസി ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ടാങ്ക് ഇസ് ഫിറ്റഡ് വിത്ത് 2 taps. The first tap can fill the tank completely in 45 minutes. The second tap can empty the full tank in 1 hour. If both the taps are opened alternatively for 1 minute, then in how many hours the empty tank will be filled completely? 2 hours 55 minutes, 3 hours 40 minutes, 4 hours 48 minutes, 5 hours 53 minutes. രണ്ട് ടാപ്പ് ഉണ്ട്, ഒന്ന് ഫില്ല് ചെയ്യാനും ഒന്ന് എം ഡി ചെയ്യാനും. ഒന്ന് ഫില്ല് ചെയ്യുന്നതിന് 45 മിനിറ്റ് എടുക്കും കംപ്ലീറ്റ്ലി, മറ്റേത് എം ഡി ചെയ്യാൻ 1 മണിക്കൂർ എടുക്കും, അതായത് 60 മിനിറ്റ് എടുക്കും. രണ്ട് ടാപ്പും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ആദ്യം ഫില്ല് ചെയ്യുന്ന ടാപ്പ് ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് മറ്റേ ടാപ്പ് ഓപ്പൺ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ ടാങ്ക് കംപ്ലീറ്റ്ലി ഫില്ലാകുന്നതാണ് ക്വസ്റ്റ്യൻ. 2 hours 55 minutes, 3 hours 40 minutes, 4 hours 48 minutes, 5 hours 53 minutes. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എങ്ങനെ ചെയ്യുന്നത്? ട്രൈ ചെയ്ത് നോക്കിയേ, ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കിയേ. രണ്ട് പൈപ്പ് ഉണ്ട്, അല്ലെ ടാപ്പ് ഉണ്ട്, എയും ബിയും. ഒന്ന് ഫില്ല് ചെയ്യുവാണ്, ഒന്ന് എം ഡി ചെയ്യുവാണ്. ഫില്ല് ചെയ്യുന്നത് 45 മിനിറ്റ് കൊണ്ടാണ്, മറ്റേത് 1 hour ആണ്. രണ്ട് സെയിം യൂണിറ്റ് ആക്കണം. അപ്പൊ 1 hour എന്ന് പറഞ്ഞാൽ എത്ര? 60 minutes ആണ്. അപ്പൊ ഇത് മിനിറ്റ്സിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇതിന്റെ LCM എടുക്കുക. LCM എത്ര വരും? 180 എന്ന് വരും. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി എങ്കിൽ 180/45 4 യൂണിറ്റ് ആണ് ഒരു മിനിറ്റിൽ എ ഫില്ല് ചെയ്യുന്നത്. 180/60 3 യൂണിറ്റ് ആണ് ഒരു മിനിറ്റിൽ എം ഡി ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനില്? ആദ്യം പൈപ്പ് എ ഓപ്പൺ ആക്കി, അടുത്ത് ക്ലോസ് ചെയ്തു 1 മിനിറ്റ് കഴിഞ്ഞിട്ട്. എന്നിട്ട് പൈപ്പ് ബി ഓപ്പൺ ആക്കി, അതിന്റെ അത് ക്ലോസ് ചെയ്തു. അടുത്ത മിനിറ്റിൽ പൈപ്പ് എ ഓപ്പൺ ആക്കി, അത് ക്ലോസ് ചെയ്തു. അടുത്ത മിനിറ്റിൽ പൈപ്പ് ബി ഓപ്പൺ ആക്കി. അങ്ങനെ ഓൾട്ടർനേറ്റീവിലാണ് ഇത് ചെയ്യുന്നത്, ഈ ടാപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഓരോ മിനിറ്റിലേക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് ഇപ്പൊ ആലോചിച്ച് ഫസ്റ്റ് മിനിറ്റിൽ എ വന്നു, ഫില്ല് ചെയ്യുവാണ്. എത്ര ഫില്ല് ചെയ്തു? നമുക്ക് 180 ആണ് എത്തേണ്ടത്. ഇതാണ് ടാങ്ക് കപ്പാസിറ്റി. 4 യൂണിറ്റ് ഫില്ല് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയി. രണ്ടാമത്തെ മിനിറ്റിൽ ആരേ ഉള്ളൂ? ബി എ ഉള്ളൂ. 3 യൂണിറ്റ് എം ഡി ചെയ്യും. അപ്പൊ ആലോചിച്ച് നോക്കി, 2 മിനിറ്റ് കഴിഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ടാങ്കിൽ ഇപ്പൊ എത്രയുണ്ട്? എ 4 യൂണിറ്റ് ഫില്ല് ചെയ്തു അല്ലെ? ബി 3 യൂണിറ്റ് കളഞ്ഞു. 4 - 3 1 യൂണിറ്റേ ഉള്ളൂ. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞപ്പം 1 യൂണിറ്റേ ഉള്ളൂ. നമുക്ക് എത്ര യൂണിറ്റിൽ എത്തണം? 180 എത്തണം. അപ്പൊ എന്ത് വരും? 180 യൂണിറ്റ് എത്തണമെങ്കിൽ 360 മിനിറ്റ്സ് ആണ് വരുന്നത്. അതാണ് എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്ക്. അതല്ല, 180 യൂണിറ്റ് എത്തണമെങ്കിൽ 360 മിനിറ്റ്സ് അല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് 176 യൂണിറ്റ് വരെ ഒരു പ്രശ്നവുമില്ല. 176 യൂണിറ്റ് എത്താൻ വേണ്ടി നമുക്ക് എത്ര മിനിറ്റ് വേണം? 1 യൂണിറ്റ് 2 മിനിറ്റ് ആണ്. 176 യൂണിറ്റ് ഇതിന്റെ ഡബിൾ ആണ്. അപ്പൊ എത്ര വരും? 352 മിനിറ്റ്സ് എന്ന് വരും. 352 മിനിറ്റ് വേണം. നേരെ ഡബിൾ നോക്കിയാൽ മതി. 166 യൂണിറ്റ് ബില്യൺ 352 മിനിറ്റ്സ് വേണം. ഓക്കെ, ഇനി അടുത്ത മിനിറ്റിൽ ആരാ വരുന്നത്? 353 മിനിറ്റിൽ ആരാ വരുന്നത്? ഓഡ് നമ്പർ ആണ്. ആരാ വരുന്നത്? ടാപ്പ് എ ആ വരുന്നത്. ടാപ്പ് എ വന്നിട്ട് 4 യൂണിറ്റ് ഫില്ല് ചെയ്ത് സംഭവം കഴിഞ്ഞു. മനസ്സിലായോ? അപ്പം 353 മിനിറ്റ് ആണ് ടോട്ടൽ എടുക്കുന്നത്. അതായത് 5 hours 53 minutes. മനസ്സിലായോ? എന്നോടൊന്ന് പറയാം. പൈപ്പ് എയും പൈപ്പ് ബിയും ഉണ്ട്. പൈപ്പ് എ ഫില്ല് ചെയ്യുവാണ്, പൈപ്പ് ബി എം ഡി ചെയ്യുവാണ്. പൈപ്പ് എ ആണെങ്കിൽ 45 മിനിറ്റ് എടുക്കുന്നുണ്ട്. പൈപ്പ് ബി ആണെങ്കിൽ എം ഡി ചെയ്യാൻ 60 മിനിറ്റ് എടുക്കുന്നുണ്ട്. ടാങ്ക് കപ്പാസിറ്റി എത്ര യൂണിറ്റ് ആണെന്നെല്ലാം കണ്ടുപിടിച്ചു. പൈപ്പ് എ ആദ്യത്തെ മണിക്കൂറിൽ ഓപ്പൺ ആയിരുന്നത് 4 യൂണിറ്റ് ഫില്ല് ചെയ്തു. പൈപ്പ് ബി അടുത്ത മിനിറ്റിൽ 3 യൂണിറ്റ് കളഞ്ഞു. 1 യൂണിറ്റേ ഉള്ളൂ. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞപ്പം 1 യൂണിറ്റേ ഉള്ളൂ. 4 മിനിറ്റ് കഴിയുമ്പോൾ എന്താവും? 2 യൂണിറ്റ് ആവും. 6 മിനിറ്റ് ആകുമ്പോൾ എത്ര ആവും? 3 യൂണിറ്റ് ആവും. 8 മിനിറ്റ് ആകുമ്പോൾ എത്ര ആവും? 4 യൂണിറ്റ് ആവും. അങ്ങനെ
180 വരേണ്ടത്. അപ്പൊ 360 മിനിറ്റ് ആണ് വരുന്നത്. അല്ല, നമ്മൾ 176 യൂണിറ്റ് വരെ കണ്ടുപിടിച്ചു. 176 യൂണിറ്റിന് 352 മിനിറ്റ് ആണ്. അടുത്ത 353 മിനിറ്റിൽ വരുന്ന ആരാ? എ ആണ് ഓപ്പൺ ആക്കുന്നത്. എ 4 യൂണിറ്റ് ഫില്ല് ചെയ്യും ഒരു മിനിറ്റിൽ. 176 യൂണിറ്റിൽ നിന്ന് 180 എത്തി, കഴിഞ്ഞു. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം 353 മിനിറ്റ് എന്ന് കിട്ടും. അതായത് 5 hours 53 minutes എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി, 5 hours 53 minutes. ക്ലിയർ അല്ലേ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ അല്ലേ?